ഹേ ഗൈസ് വെൽക്കം ബാക്ക്. ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ വണ്ടിയുടെ ടയർ പ്രഷർ കുറഞ്ഞു പോയെങ്കിലോ, എയറോ നൈട്രജൻ അടിക്കാൻ പെട്രോൾ പമ്പോ ഷോപ്പ് ഒന്നും തന്നെ അടുത്തില്ലെങ്കിലോ, പിന്നെ പോട്ടെ നമ്മളെല്ലാവരും നൈറ്റ് ഡ്രൈവ് ഒക്കെ പോകണല്ലേ, ആ സമയത്ത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ ശരിക്കും പെട്ടുപോകല്ലേ. അപ്പോഴാണ് ദിസ് പ്രൊഡക്റ്റ് കംസ് ഇൻ ഹാൻഡി. SX4 എടുത്തപ്പോൾ മാരുതി സുസുക്കി ഒരു ഫ്രീ ആക്സസറി ആയിട്ട് തന്നതാണ് കേട്ടോ എനിക്കിത്. ഒരു ജെനുവിൻ പോർട്ടബിൾ ടയർ ഇൻഫ്ലേറ്റർ, ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേയും കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മിക്കവർക്കും അവരുടെ വണ്ടിയുടെ ടയർ പ്രഷർ എത്രയാണെന്ന് അറിയത്തില്ല. അത് വളരെ സിമ്പിളാണ്. ഡ്രൈവർ സൈഡ് ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ഈ സൈഡിൽ കാണുന്ന സ്റ്റിക്കർ കണ്ട അതിന് നമുക്കറിയാൻ പറ്റും. കണ്ടോ, SX4ൻ്റെ ഫ്രണ്ട് ആൻഡ് റിയറിൻ്റെ കറക്റ്റ് എയർ പ്രഷർ എന്ന് പറഞ്ഞാൽ 30 PSI ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്ട് ഇത് യൂസ് ചെയ്താൽ ചിലപ്പോൾ ബാറ്ററി ഡ്രെയിൻ ആവാനും ബാറ്ററിക്ക് സ്ട്രെസ് വരാനൊക്കെ സാധ്യതയുണ്ട്. 12 വോൾട്ട് ചാർജിങ് സോക്കറ്റിലേക്ക് ഇൻഫ്ലേറ്ററിൻ്റെ പോർട്ട് കണക്ട് ചെയ്യുക. കണ്ടില്ലേ, അപ്പോൾ തന്നെ ഇതിൻ്റെ ഡിജിറ്റൽ ഡിസ്പ്ലേ ഓൺ ആവും. എയർ ഇൻഫ്ലേറ്ററിൻ്റെ നോസിൽ ടയർ വാൽവിലേക്ക് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് എയർ പോവും, അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ 20 PSI ഓഫ് എയർ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ അകത്ത് എയർ കയറ്റാം. ഈ ബട്ടൺ നിൽക്കുകയാണ്. ഒരു 5 മിനിറ്റ് ടോട്ടൽ എടുത്തു കറക്റ്റ് നമ്മുടെ ഒരു എയർ പ്രഷറിലേക്ക് എത്തിക്കാൻ. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ 30 PSI ആവുമ്പോൾ തന്നെ ഞാൻ ഈ ബട്ടൺ വെച്ച് അതങ്ങ് ഓഫ് ചെയ്യും, ടയർ ഇൻഫ്ലേറ്റർ ഓഫ് ചെയ്യും. ഇത്രേ ഉള്ളൂ നമ്മുടെ പണി. കണ്ടോ, വളരെ സിമ്പിളല്ലേ. അപ്പോൾ എയറൊക്കെ കയറ്റി കഴിഞ്ഞ് ഇൻഫ്ലേറ്ററിൻ്റെ നോസിൽ ടയർ വാൽവിന് ശ്രദ്ധിച്ച് ഊരുക. ഇതിലൊരു ചെറിയ LED ഫ്ലാഷ് ലൈറ്റും കൂടെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്. പിന്നെ ഒരു SOS ഫ്ലാഷറുണ്ട്, 2 മോഡ്സ് ഉള്ള. എന്തെങ്കിലുമൊക്കെ രാത്രി എമർജൻസി ഓപ്പോസിറ്റ് വരുന്ന വെഹിക്കിളിനൊക്കെ ഒന്ന് വാൺ ചെയ്യാൻ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അൺടിൽ ദെൻ കീപ് റൈവിംഗ്. ബൈ ബൈ.